ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം പൊരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളിവിടെ 2 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത പഴമല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ഏത്തപ്പഴം എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ കട്ട് ചെയ്തത് നമ്മൾ കൈകൊണ്ടൊന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ അധികം പഴുക്കാത്ത പഴം എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കൈകൊണ്ട് ഞെരടി കഴിഞ്ഞ് ഞാനൊരു ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പഴംപൊരി ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അങ്ങനെ അത് മുഴുവനായിട്ടും നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ. ഇനി ആ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് തേങ്ങ ചിരകിയതും ചെറിയതായിട്ട് കൊത്തിയ തേങ്ങ കൊത്തും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാണെങ്കിൽ നമുക്ക് കുറച്ച് മൈദയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി പഴംപൊരി തയ്യാറാക്കാനായിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ആ ബാറ്റർ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ എണ്ണയിലിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് പൊരിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പൂൺ പഴംപൊരി ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ ആ ഒരു മുഴുവൻ ബാറ്ററും നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ചായ തിളപ്പിക്കുന്ന നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പഴംപൊരിയാണ് കേട്ടോ ഈ ഒരു സ്പൂൺ പഴംപൊരി. ഇതുവരെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. പുറമേ നമുക്കൊരു ഡാർക്ക് കളറാണെങ്കിലും അകത്തൊക്കെ നല്ലതുപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കടിക്കുമ്പോഴേക്കും നല്ല രുചിയാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും കുട്ടികൾക്കൊരു മടുപ്പൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you for watching. Bye.